ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ നാളെയുടെ താരങ്ങളും ആവേശത്തിലാണ്. ഫുട്ബോളിലെ നവമുകുളങ്ങളുടെ ആവേശത്തോടൊപ്പം സംഗീത് ചേരുന്നു. ലോകകപ്പിന്റെ ആവേശം നാടെങ്ങും മലയടിക്കുമ്പോൾ കാൽഡിയൻ ഫുട്ബോൾ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കും പറയാനുണ്ട് ഏറെക്കുറെ. അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് ഇറങ്ങിച്ചെല്ലാം. എന്താ പേര്? ആകാശ്. എത്ര പഠിക്കണേ? ഒന്നില്. നന്നായി ഫുട്ബോളൊക്കെ കളിക്കുമോ? ഏത് ടീമിന്റെ ആരാധകനാണ്? ബ്രസീൽ ഈ പ്രാവശ്യം കപ്പടിക്കുമെന്ന് ഉറപ്പുണ്ട്. ബ്രസീലിന്റെ ആരാധനായിട്ട് അർജന്റീന ജേഴ്സിയാണ്. ഇവിടെ പരിശീലനമൊക്കെ എങ്ങനെയുണ്ട്? ഏത് ടീമിന്റെ ആരാധന? ബ്രസീലിന്റെ. ടീം ജയിക്കും. നെയ്മറിന്റെ അഭാവത്തിൽ അത് ക്യാപ്റ്റൻ കളിക്കാൻ പറ്റില്ല. രണ്ടാളുടെ അഭാവത്തിൽ ടീം ജയിക്കും തോന്നുന്നില്ല. നല്ല ബെസ്റ്റ് പ്ലേയേഴ്സ് പുറത്താ ഇരിക്കണം. പിന്നെ എങ്ങനെ ജയിക്കുക? അർജന്റീന. ഇഷ്ടതാരാ? മെസ്സി. അപ്പോ അടുത്ത് ഹോളണ്ടിന്റെ ഒപ്പം കളി ജയിക്കും. അത് ജയിക്കും, ഉറപ്പുണ്ട്. ജയിക്കുന്ന ഉറപ്പ്. കപ്പടിക്കുമോ പ്രാവശ്യം? ഇപ്പോ മെസ്സി ഇപ്പോ ഏറ്റവും കൂടുതൽ ഗോള് വിൻ ചെയ്യുന്ന ആളാവും. സ്വർണ്ണ പദവിന് അർഹനാവും തോന്നുന്നു. അർജന്റീന. ഇവിടെ ഇതൊക്കെ അർജന്റീനക്കാരാണോ? മെസ്സി. നെയ്മറിന് ഇഷ്ടമാണ്. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ട്. വളർന്ന് ഇങ്ങനെ ഫുട്ബോൾ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല പ്ലെയറായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു തോന്നിയിട്ടുണ്ട്. അർജന്റീനയുടെയും ബ്രസീലിൻ്റെ കളി ഇപ്പോൾ നെക്സ്റ്റ് കളികളിൽ ചിലപ്പോൾ ഇപ്പോൾ ബ്രസീലിൻ്റെ കളി തന്നെ വിലയിരുത്തണമെങ്കിൽ 2 പ്ലെയറിന് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വിജയ സാധ്യത എങ്ങനെ വിലയിരുത്തും? ഇല്ല, അവർ ജയിക്കില്ല. അർജന്റീന തന്നെ ജയിക്കുള്ളൂ. അർജന്റീന വിൻ ചെയ്യുന്നതാണ് ഉറപ്പ്. പോളണ്ട് നല്ല ശക്തരായ ഒരു എതിരാളികളാണ് അവർക്ക്. ഇപ്പോൾ ഇവരെ പരിശീലകർ നമ്മളൊപ്പം ഉണ്ട്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വ്യക്തികളാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. നമുക്ക് ചോദിക്കാം, ഇവിടുത്തെ ക്യാമ്പൊക്കെ എങ്ങനെ പോകും? സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പം ശനി ഞായർ മാത്രമേ ഈ ക്യാമ്പ് നടക്കുന്നത്. ഇത് വർഷം മുഴുവനും സൺഡേ സാറ്റർഡേ ഹോളിഡേയ്സ് ഇത് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വേണ്ടിയിട്ടൊരു പ്ലെയർ, അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്ലെയർ, അങ്ങനെ ഒരു ഭാവി വാഗ്ദാനങ്ങളായിട്ട് ആരെങ്കിലും ഇവിടെ നമുക്ക്? ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു 3-4 കുട്ടികളുണ്ട്. അവരൊക്കെ ജില്ലയൊക്കെ കളിച്ച് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കളിച്ച കുട്ടികളാണ്. ആ കുട്ടികൾ നല്ല ഭാവിയുള്ള കുട്ടികളാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കൊണ്ട് അവർ നമ്മളിപ്പോൾ സാർ ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ആ ഒരു എയിമിലേക്ക് എത്തും. ഇതുവരെയുള്ള കളികളെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് കളികളെ എങ്ങനെ കാണും? ഒരു വിജയ സാധ്യത ടീമുകൾക്ക് എങ്ങനെ കാണും? ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ബ്രസീലിൽ ഈ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നതുകൊണ്ട് ബ്രസീലിന് സാധ്യതകളുണ്ട്. പക്ഷേ ബ്രസീലിൻ്റെ സാധ്യതകൾ മരവിപ്പിക്കുന്നത് നെയ്മറുടെ അഭാവമാണ്. അതേപോലെ തന്നെ അർജന്റീനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ കളി കഴിയുമ്പോൾ തോറും അർജന്റീന മെച്ചപ്പെട്ട് വരുന്ന ഒരു നിലവാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അർജന്റീന ബ്രസീൽ ഫൈനൽ വരാനാണ് സാധ്യത. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളിൽ വളരെ കഴിവുകളുള്ളവരുണ്ട്. അവർ പലരും ഒരു തരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഫ്ലോപ്പായി പോവാണ്. അതിനുള്ള കാരണങ്ങൾ, അതായത് പല കുട്ടികളും ചെറുപ്പത്തിലെ പ്രാക്ടീസ് തുടങ്ങിയ കുട്ടികൾ വളരെയധികം ഒരു ഏജ് 11th 12th വരുമ്പോഴേക്കും അവർ അതോടുകൂടി കളി നിർത്തുകയാണ്. അത് ഒന്നാലെ ഇഞ്ചറിയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് എഞ്ചിനീയറാണ് ഡോക്ടറാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലായിരിക്കും അവർ കുട്ടികൾ പാരൻസ് അവരെ പിൻവലിക്കായിരിക്കും. ക്രിക്കറ്റിന് കിട്ടുന്ന പ്രാധാന്യം ഫുട്ബോളിന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫുട്ബോളിൽ പുതിയ ആളുകൾ വരാത്തതും. ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം ക്രിക്കറ്റ് ഇപ്പോൾ വേൾഡിൽ തന്നെ ഒരു 10 രാഷ്ട്രങ്ങൾ കളിക്കുന്നുള്ളൂ. വേൾഡിൽ മൊത്തം നോക്കിയാൽ ഇത് ഫുട്ബോളാണ് കൂടുതൽ. നമ്മളിപ്പോൾ 4 കൊല്ലമായിട്ട് ഫോറിൻ കോച്ചസിനെ കൊടുന്ന് പരിശീലിപ്പിക്കുകയാണ്. എന്നിട്ടും ഇന്ത്യക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ പരിശീലനത്തിൽ വരുന്ന താങ്കളുടെ മകനെ ഒരു ഫുട്ബോളറാക്കാൻ വേണ്ടിയാണോ കളിപ്പിക്കുന്നത്? മകന് താല്പര്യം ഫുട്ബോളിനോടാണ്. അത് ചെറുപ്പത്തിലെ തൊട്ട് താല്പര്യം ഫുട്ബോളിനോടാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ കൊടുക്കും. ചേട്ടൻ ഏത് ടീമിൻ്റെ? ബ്രസീൽ ടീം. ബ്രസീൽ ടീമിൻ്റെ ആരാണ് ഇഷ്ടതാരം? മെസ്സിയാണ്. മെസ്സിനാണ് വ്യക്തിപരമായിട്ട് ഇഷ്ടം. ബ്രസീൽ ടീമിനോട് ഒരു ആരാധന ആദ്യമായിട്ട്. ബ്രസീൽ എന്താ ഈ പ്രാവശ്യം കപ്പെടുക്കില്ല എന്നാണ് ഷുവർ. കാരണം വെച്ചാൽ നെയ്മറിൻ്റെ അഭാവത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ടോട്ടലി ആ ഗെയിം നെയ്മറിൻ്റെ കൺട്രോളിലാണ് കളി. ഇപ്പോൾ കളികളൊക്കെ കാണാറുണ്ട്. ഇഷ്ട ടീം ഏതാ? ബ്രസീൽ തന്നെയാണ് ഇഷ്ടം. ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിഞ്ഞു, ക്വാർട്ടർ കഴിഞ്ഞു, നമ്മുടെ പ്രീ ക്വാർട്ടർ കഴിഞ്ഞു. അതിലൊക്കെയും അർജന്റീന നേരിട്ട് പറഞ്ഞാൽ അത് വലിയ ശക്തരാണെന്ന് പറയാൻ പറ്റില്ല. ആദ്യമേ കളിച്ച് വന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരുടെ ഏറ്റുമുട്ടുണ്ട്. മറ്റുള്ള ഒരു മരണ ഗ്രൂപ്പിലൊന്നും ഉൾപ്പെടാതെ വളരെ എളുപ്പത്തിൽ കയറി വന്നൊരു ടീമാണെന്ന് പറയാം. ഏത് ടീം കിട്ടിയാലും ആ ടീമിനനുസരിച്ച് അർജന്റീന കളിക്കും. എത്ര നാളായി ഇപ്പോൾ ക്യാമ്പിന് വന്ന് തുടങ്ങിയിട്ട്? 2 മാസം. ക്യാമ്പൊക്കെ എങ്ങനെയുണ്ട്? നല്ല ക്യാമ്പാണ്. നന്നായി കളിക്കുക എന്നുള്ള ആത്മവിശ്വാസം ഉണ്ട്.
ഇനി ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കളിക്കും. കളിക്കും. ഏത് ടീമിൻ്റെ ആരാണ്? അർജന്റീന. അർജന്റീന. അടുത്ത കളിയിൽ അർജന്റീന ജയിക്കും ഉറപ്പുണ്ട്. കപ്പടിക്കോ ഈ പ്രാവശ്യം? കപ്പടിക്കും. കപ്പടിക്കുമെന്നാണ് പ്രതീക്ഷ. സെമിയിൽ പുറത്താവോ? ഇല്ല. ഇല്ല. ക്യാമ്പിലേക്കും നടുവടിഞ്ഞിട്ട് പോയി. പോയി. ഇനി വരുമോ? തിരിച്ചു വരുമോ? തിരിച്ചു വരുവാൻ വരില്ല. ഇന്നിപ്പോൾ ആകെ ഒരു സംഘർഷം തരുന്ന ലോകത്തിലൊരു സൗഹൃദം ഉണ്ടാവുന്നത് ഇങ്ങനത്തെ ഓരോ മത്സരങ്ങളെ കൊണ്ടാണ്. പക്ഷേ ഈ ഇപ്പോഴത്തെ കളി കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫൗളിങ്ങിൻ്റെ രീതിയൊക്കെ ആകുമ്പോൾ നന്നായി കളിക്കുന്ന ഒരാളെ മാക്സിമം ഒതുക്കുക എന്നുള്ള രീതിയിലേക്ക് പോകണ്ടോ കളിയെന്ന് തോന്നുക കാണുമ്പോൾ. അത് ഓരോ രാഷ്ട്രങ്ങളുടെ ഒരു രീതിയാണ്, നമുക്ക് മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ആ നെയ്മറെ ഫൗൾ ചെയ്യുന്ന രീതി കണ്ടപ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ വിഷമം തോന്നി. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് ഈ കളിക്കളത്തിൽ. കാൾഡിയൻ ഫുട്ബോൾ അക്കാദമിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖിനൊപ്പം സംഗീത്, ടീം TCV. ലോകകപ്പ് വിശേഷങ്ങളിൽ ഇനി ഒരു ചെറിയ ഇടവേള.